നമസ്കാരം. ഇന്നത്തെ വിഷയം ശമ്പള പരിഷ്കരണമാണ്. 2024, അതായത് കേരള ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും 12ാം ശമ്പള പരിഷ്കരണം. ഇപ്പോ ഗവൺമെന്റ് കമ്മീഷനെ നിയമിച്ച് ഉത്തരവായത് എല്ലാവർക്കും അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. വേണ്ടത്ര ജീവനക്കാരെ ഈ പേ റിവിഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് നിയമിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു അന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അപ്പം അതെന്തായാലും നടക്കില്ല. എങ്കിൽ പോലും നമ്മൾ കമ്മീഷന്റെ പ്രവർത്തനം കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓഫീസ് തുറന്നു, ജീവനക്കാരെയൊക്കെ നിയമിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഇന്നലെ ചോദ്യാവലി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ചോദ്യാവലി എന്ന് പറയുന്നത് ജീവനക്കാർക്ക് വേണ്ടിയും വിവിധ സംഘടനകൾക്ക് വേണ്ടിയും പെൻഷൻകാർക്ക് വേണ്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയുമാണ്. ഈ പറയുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഈ ചോദ്യാവലിയുടെ ഉത്തരങ്ങളും അല്ലെങ്കിൽ ചോദ്യാവലിയുമായി ബന്ധപ്പെട്ട മറുപടികളും സമർപ്പിക്കാവുന്നതാണ്. നമുക്കറിയാം, ഈ 1957 ആദ്യത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വന്നത്. ഇപ്പൊ നിലവിൽ വരാൻ പോകുന്നത് 12ാം ശമ്പള കമ്മീഷനാണ്. ഈ ശമ്പള കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ജീവനക്കാരുടെ പാർട്ട് ടൈം, കാഷ്വൽ ഉൾപ്പെടെ സർക്കാർ സർവീസിലെയും എയ്ഡഡ് സ്കൂള്, എയ്ഡഡ് കോളേജ്, ഗവൺമെന്റ് കോളേജ്, തദ്ദേശ സ്വയംഭരണം, ഹൈക്കോടതി, മുനിസിപ്പൽ കോമൺ സർവീസ്, അതിലുള്ള മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനുകളുടെയും കണ്ടിൻജന്റ് ജീവനക്കാര്, വാട്ടർ അതോറിറ്റി എന്നീ വിഭാഗത്തിൽ ശമ്പളം കൈപ്പറ്റുന്ന എല്ലാവരുടെയും ശമ്പളത്തെപ്പറ്റി, ആനുകൂല്യങ്ങളെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക. പ്രൊമോഷനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ, അതിൻ്റെ ഏറ്റവും നല്ല രീതികൾ സമർപ്പിക്കുക. പെൻഷൻകാർക്കുള്ള ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പെൻഷൻ പുതുക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അത്, ഇതൊക്കെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, കഴിഞ്ഞ പേ റിവിഷനിൽ ഉണ്ടായ അപാകതകൾ പരിഹരിക്കുക എന്നത് കമ്മീഷന്റെ ചുമതലയാണ്. മറ്റൊന്ന്, സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ആധുനികവൽക്കരിക്കാനും ഭരണ സംവിധാനത്തെ ജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യമാക്കുവാനും ചെയ്യുന്ന രീതിയിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, 2019 അന്ന് പേ റിവിഷൻ നടത്തിയപ്പോൾ ഒരു കമ്മീഷനെ വെച്ചുള്ള പേ റിവിഷൻ ആയിരുന്നില്ല. അന്ന് ഒരു 28%, വളരെ സിമ്പിളായിട്ട് 28% DA മെർജ് ചെയ്തു. പിന്നെ ഒരു 10% ഫിറ്റ്മെന്റും കൊടുത്തു. അങ്ങനെ കൊടുത്ത് നിലവിലുള്ള ബേസിക് പേയെ 1.38 കൊണ്ട് ഗുണിച്ചിട്ട് അത് റണ്ണിങ് മാസ്റ്റർ സ്കെയിലിലെ തൊട്ടടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു റെഡി റെക്കനർ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ജീവനക്കാർക്ക് ഈ 1.38ന്റെ കൂട്ടത്തില് നെക്സ്റ്റ് സ്റ്റേജ് കൂടെ കിട്ടിയിരുന്നു. പലരും അടുത്ത സ്റ്റേജിലേക്ക് എത്താൻ 1000 ചില്ലറ രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പറ്റിയെന്താന്ന് വെച്ചാൽ, ഈ 1.38 കൊണ്ട് തന്നെ പെൻഷൻകാരും കുടിക്കേണ്ടത്. പക്ഷെ പെൻഷൻകാർക്ക് അത് എത്തി നിൽക്കുന്ന അടുത്തതിന്റെ 10ന്റെ ഗുണിതത്തിൽ റൗണ്ട് ചെയ്യേണ്ടി വന്നു. അതാണ് ജീവനക്കാരും പെൻഷൻകാരും തമ്മിൽ കഴിഞ്ഞ 2019 ഈക്വൽ ആക്കുന്ന രീതിയിൽ സംഭവിച്ച പ്രധാന വ്യത്യാസം അതായിരുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അതിനുശേഷം ഈ 17-19 ശരിക്കും 28% ഡി ആണ് മെർജ് ചെയ്ത്. അതിനുശേഷം 2020 ജനുവരിയിൽ 4% മെർജ് ചെയ്തു. ജൂലൈ 2020 2020 ജനുവരിയിൽ 4% പ്രഖ്യാപിച്ചു. ജൂലൈ 20 3% പ്രഖ്യാപിച്ചു. അങ്ങനെ കാലങ്ങളായി പ്രഖ്യാപിച്ച് 1/7/24 എത്തിയപ്പോൾ
ഇപ്പോഴല്ല, ഇപ്പൊ 35 ഉണ്ട്. 1/7/24 എത്തിയപ്പോ ആ DA ശതമാനം എന്ന് പറയുന്നത് 31% അന്ന് 28%. ഇപ്പോ ഈ പേ റിവിഷന്റെ വരുന്ന ആ ഡേറ്റിൽ അത് 31% അപ്പൊ ഈ 31% അടുത്ത മെർജിങ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, മെർജിങ് അല്ലാതെ വേറെ ഏതെങ്കിലും ഓപ്ഷനൊക്കെ ആണ് വരുന്നതോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ, ഈ കാലാകാലങ്ങളായിട്ട് DA ഇങ്ങനെ മെർജ് ചെയ്ത് വരുമ്പോ ജീവനക്കാരന്റെ ബേസിക് പേ വല്ലാതെ കൂടുമ്പോ അതിനനുസരിച്ച് പെൻഷനും കമ്മ്യൂട്ടേഷനിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് മറികടക്കാൻ മറ്റെന്തെങ്കിലുമൊക്കെ ഈ പേ റിവിഷൻ കമ്മീഷൻ കൊണ്ടുവരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോ. അപ്പോ ആ, നിലവില് പിന്നെ സംസ്ഥാനത്ത് പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാര്, ശുചീകരണ ജീവനക്കാർ, കൺസോളിഡേറ്റഡ് പേ കൈപ്പറ്റുന്ന ജീവനക്കാർ ഉൾപ്പെടെ കഴിഞ്ഞ പിന്നെ ബഡ്ജറ്റ് പ്രകാരം 5,23,266 പേർ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ പേ റിവിഷന്റെ ഇത്. അപ്പോ ഇതില് ഇതാണ് ഇപ്പൊ ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോ ഈ കമ്മീഷനെ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കമ്മീഷൻ കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ചോദ്യങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. കമ്മീഷൻ നിലവിലെടുക്കുന്ന ഏതൊക്കെ കാര്യങ്ങളിലാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യങ്ങളിലൊക്കെ അതിനെ വിവിധ ചോദ്യങ്ങളാക്കി മാറ്റി. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും മറുപടിയായിട്ട് കൊടുത്താൽ മതി. പക്ഷേ പിന്നെ ഇതുമായി, ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ കാണാത്ത, അല്ലെ കമ്മീഷൻ ചോദിക്കാത്ത ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലും നമുക്ക് നിർദ്ദേശങ്ങളും നിവേദനങ്ങളും ഒക്കെ സമർപ്പിക്കാം. ഇനി ഇവിടെ ഈ നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും, അത് ജീവനക്കാരായാലും ശരി, സംഘടനകളായാലും ശരി, ഓരോരുത്തരുടെ മനസ്സിലും പല ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പോരാ, അങ്ങനെ വേണം, അത് ശരിയല്ല, ആ രീതിയിലൊക്കെയുള്ള സമീപനങ്ങളുണ്ട്. പിന്നെ ചിന്താഗതികളുണ്ട്, ആശയങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ ഈ സമയത്ത് അതൊക്കെ നമുക്ക് പറയാനുള്ള ഒരവസരമാണ് വന്നിരിക്കുന്നത്. അത് പിന്നെ നമുക്കൊന്നുകിൽ പേപ്പറിൽ എഴുതിയിട്ട്, ഇതാ അഡ്രസ്സും വെബ്സൈറ്റും ഇമെയിൽ ID ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്രസ് ഇതാണ്: ശമ്പള പരിഷ്കരണ കമ്മീഷൻ, കേരള സർക്കാർ, തിരുവനന്തപുരം എന്നതാണ് അഡ്രസ് എന്ന് പറയുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ID office.prc12@kerala.gov.in എന്ന് പറയുന്ന ഇമെയിൽ IDയിലൂടെ നമുക്ക് മെയിലായിട്ടും നമ്മുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും തന്നെ അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആവാം. ഇംഗ്ലീഷിൽ വേണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ മാറ്റർ, ഈ പറയുന്ന മാറ്റർ, അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ ഏത് വിധത്തിലാന്ന് വെച്ചാൽ ആ രീതിയിൽ സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ, പിന്നീട് നമ്മൾ കുറേ അഭിപ്രായങ്ങൾ പറയുന്നതിൽ ഒരർത്ഥമില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയുക, നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് നമ്മൾ നിർദ്ദേശിക്കുക. അപ്പൊ അതിൽ എന്തൊക്കെ ആ നിർദ്ദേശങ്ങൾ ചിലതെങ്കിലും കമ്മീഷൻ പരിഗണിച്ചേക്കാം. അപ്പോൾ അത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട സമയത്ത്, ഇത് പ്രത്യേകിച്ച് ഇൻഡിവിജ്വലായിട്ട് ജീവനക്കാരല്ല ചെയ്യേണ്ടത്, ഇത് സംഘടനകളാണ് ശരിക്കും അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ പോലും വ്യക്തികൾക്ക്, ജീവനക്കാരായാലും ശരി, പൊതുജനങ്ങൾക്കായാലും ശരി, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവസരം ഉണ്ട്. ഞാൻ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കൊന്ന് കടക്കുകയാണ്. ചോദ്യാവലി ഇവിടെ ഞാൻ മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ഈ 10 വർഷം, കേന്ദ്രത്തിൽ 10 വർഷമാണ്, സംസ്ഥാനത്ത് 5 വർഷമാണ്. അതിലേതാണ് നല്ലത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിന്നെ ശമ്പളം, പെൻഷൻ, സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ, നിങ്ങൾ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഇത്ര ശതമാനത്തിൽ കൂടരുത് പെൻഷനും ശമ്പളവും കൂടി എന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എന്നുള്ള, അത് അങ്ങനെ വേണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് വേറൊരു ചോദ്യം. ഇവിടെ നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന മറ്റൊരു ചോദ്യം ഇതാണ്: സാലറി പാക്കേജുകൾ ഉന്നതരായ പ്രതിഭകളെ ഇവിടെ നിലനിർത്താൻ പര്യാപ്തമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ പേ റിവിഷനിൽ 27 പേ സ്കെയിലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു റണ്ണിംഗ് മാസ്റ്റർ സ്കെയിലും 27 പേ സ്കെയിലുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഉത്തമമായിരുന്നോ കഴിഞ്ഞത്? അതിലെന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? പിന്നെയുള്ള ചോദ്യം, 1/7/24 ഏറ്റവും കുറഞ്ഞ ശമ്പളം ഇപ്പം നിലവിൽ 35% ഡി ആണല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ 1/7/24 31% കൂട്ടിയാൽ നിലവിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം 30,130. ഏറ്റവും കൂടിയ ശമ്പളം 2,18,508 രൂപ. എപ്പോ? 1/7/24 കണക്ക് വെച്ചിട്ട്. അതായത് 1/7/24 ഒരു OA എന്ന് പറയുന്ന ബേസിക് പേ 23,000 ആണ്. അതിന്റെ 31%, അന്നത്തെ DA 31% കൂട്ടിയാൽ നമുക്ക് 30,130 കിട്ടും. അതാണ് കുറഞ്ഞതും കൂടിയതും. ഈ കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള വേതനത്തെ സംബന്ധിച്ച് ഇത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 1/7/24 കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള വേതനത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നു, കഴിഞ്ഞ പേ റിവിഷനിൽ ഇൻക്രിമെന്റ് ഏറ്റവും കുറഞ്ഞത് 600ഉം ഏറ്റവും കൂടിയത് 3,400ഉം ആയിരുന്നു. അത് ഒരു യുക്തമായിട്ടുള്ള നിരക്കാണോ? അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അടുത്ത ചോദ്യം HRAയും സ്പെഷ്യൽ അലവൻസിനെയും പറ്റിയാണ്. HRA സ്പെഷ്യൽ അലവൻസിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? കഴിഞ്ഞ തവണയൊക്കെ തന്നത് നിലവിൽ അത് എത്രത്തോളം പര്യാപ്തമാണ്? സ്പാർക്ക് ശമ്പള വിതരണ സോഫ്റ്റ്വെയറെ കുറിച്ച് ഉള്ള സ്പാർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഗസറ്റഡ് ഓഫീസർമാർക്ക് പേ സ്ലിപ്പ് AG ആണ് അനുവദിക്കുന്നത് ഇപ്പം നിലവിൽ. അപ്പോൾ പേ സ്ലിപ്പ് AG അനുവദിക്കുന്ന രീതി തുടരണോ? അത് ഇവിടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് ശരിക്കും ആ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പേ സ്ലിപ്പ് അനുവദിക്കുന്ന രീതി തുടരണോ വേണ്ടയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറ്റൊന്ന്, മെഡിസപ്പിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള ഒരു സംഗതിയാണ് ഈ മെഡിസപ്പ്. ഈ മെഡിസപ്പിനെ കുറിച്ച് അത് കമ്മീഷനെ യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ ചിത്രം ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ കമ്മീഷൻ മെഡിസപ്പിന് പകരം മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എത്രത്തോളം, എങ്ങനെ, ഏത് രീതിയിൽ വേണമെന്നൊക്കെയുള്ള ഒരു പ്രൊപ്പോസൽ വരികയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ജീവനക്കാരുടെ പ്രൊമോഷനെ കുറിച്ചാണ്. ഈ പ്രൊമോഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്, പ്രൊമോഷൻ കൊടുക്കുമ്പോൾ സീനിയോറിറ്റിയോടൊപ്പം അവരുടെ യോഗ്യതയും കൂടി പരിഗണിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിന്നെ ഇപ്പോൾ നിലവിലെ 50 വയസ്സായ ആൾക്കാരെ ടെസ്റ്റ് പാസ്സാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാവരും എപ്പോഴും ഏത് വയസ്സായാലും ടെസ്റ്റ് പാസ്സാകണോ, അല്ലെങ്കിൽ 50 വയസ്സിൽ നിലവിലുള്ള രീതിയാണെന്നല്ല, ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരവസരമാണ് മറ്റൊന്ന്. പിന്നെ പെൻഷൻകാരുടെ കാര്യങ്ങളാണ് അടുത്തത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെൻഷൻകാരെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, നമ്മൾ പ്രൊമോഷനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഈ എന്താ പറയേണ്ടത്, പെൻഷൻകാർക്ക് പറയാനുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. അതിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അതാണ് കൂടുതൽ പെൻഷൻ എന്ന് പറയുന്നത്. കമ്മീഷന്റെ പരിഗണനയിൽ വരുന്ന അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മെച്ചപ്പെടുത്താൻ ഉള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ മിനിമം അഷ്വേർഡ് പെൻഷൻ എന്ന് പറയുന്നതിലുള്ള അപാകത ചൂണ്ടിക്കാണിക്കാനാണ് പറഞ്ഞു. സത്യത്തിൽ മിനിമം അഷ്വേർഡ് പെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഉത്തരവായിട്ട് ഇറങ്ങിയിട്ടില്ല. ആ ഏപ്രിൽ 1 അത് തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും അത് ഉത്തരവായിട്ട് ഇറങ്ങുകയോ അഷ്വേർഡ് പെൻഷൻ സ്കീം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കമ്മീഷൻ മനസ്സിലാക്കിയിട്ടില്ലേ എന്നറിയില്ല. എന്ത് തന്നെ ആയാലും അതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട്, മിനിമം അഷ്വേർഡ് പെൻഷനെ പറ്റിയുള്ള പെൻഷന്റെ അപാകത എന്താണ് എന്ന്. അപ്പോൾ നമുക്കതിന് ഒന്നും പറയാനില്ല. ഉത്തരവുകളൊക്കെ വന്നാൽ മാത്രമേ അതിൽ ഒരു അപാകതയെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഇനി മറ്റൊന്ന് വെച്ചാൽ, ഒരു പെൻഷൻ റിവിഷൻ പേ റിവിഷൻ നടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 2024 ജൂലൈ 1 ഇപ്പോൾ പേ റിവിഷൻ അടുത്തത്. അപ്പോൾ 2024 ജൂലൈ 31 ഒരാൾ റിട്ടയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവിടുത്തെ ഒരു മാസം അയാൾ പഴയ സ്കെയിലിൽ പുതിയ സ്കെയിലിലും ബാക്കി 9 മാസം അയാൾ പഴയ സ്കെയിലിലും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അയാൾക്ക് ബേസിക് പെൻഷനിൽ ഭീമമായ ഒരു നഷ്ടം വരും. അത് കഴിഞ്ഞ പേ റിവിഷനിൽ സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് അതിനുള്ള ഒരു പരിഹാരം എങ്ങനെയാണ് അത് കാൽക്കുലേഷൻ നടത്തേണ്ടത്, എങ്ങനെ കാൽക്കുലേഷൻ നടത്തിയാൽ ഇവർക്ക് ഒരു നഷ്ടവും ഇല്ലാതെ ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള മറ്റൊരു ചോദ്യം ഇതാണ്, നിലവിലുള്ള DCRGയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം. DCRG എങ്ങനെയാണ്? ഇപ്പം ലിമിറ്റ് 17 ലക്ഷമാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ആവശ്യമുണ്ടോ? എന്താ അഭിപ്രായം? മറ്റൊരു ചോദ്യം, മെഡിക്കൽ അലവൻസ്. നമുക്ക് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം 500 രൂപയാണ് മെഡിക്കൽ അലവൻസ് കിട്ടുന്നത്. ആ മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം. ഇനി നിലവിലുള്ള പെൻഷൻ ചട്ടങ്ങൾ, അപ്പൊ KSR പാർട്ടി 3 വരുന്ന പെൻഷൻ ചട്ടങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ആ ചട്ടങ്ങൾ അങ്ങനെ പോരാ, അപാകതകളുണ്ടോ? അങ്ങനെ അപാകതകൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന് പരിഹാര മാർഗങ്ങൾ എന്ന് നമ്മളോട് നിർദ്ദേശിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചോദ്യം ഇതാണ്, സ്വയം വിരമിക്കൽ വോളണ്ടറി റിട്ടയർമെന്റിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കണോ? ഇപ്പോഴത്തെ വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ മിനിമം 20 വർഷം സർവീസ് ഉള്ളവർക്ക് മാത്രമേ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാൻ പറ്റുള്ളൂ. അത് റൗണ്ടിങ് ഒന്നും ഇല്ല. അല്ലാതെ 20 വർഷം സർവീസ് വേണം. 5 വർഷത്തെ ആനുകൂല്യമാണ് ഒരു ഇതായിട്ട് വോളണ്ടറി റിട്ടയർ ചെയ്യുന്നവർക്ക് സാധാരണഗതിയിൽ കൊടുക്കുക. ഇപ്പൊ 25 വർഷം സർവീസ് ആണെങ്കിൽ 30 വർഷമായിട്ട്, 5 വർഷം ബാക്കി ഉണ്ടെങ്കിൽ അതിനെ 30 വർഷമായിട്ട് കൂട്ടും. പക്ഷെ ഓരോ വർഷം ഇൻക്രിമെന്റ് ഒന്നും കൊടുക്കില്ല. അത്തരത്തിലുള്ള ഒരു സമീപനമാണ്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? ഇനി മറ്റൊരു ചോദ്യം, ഫാമിലി പെൻഷൻ സ്കീം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി. ഫാമിലി പെൻഷൻ സ്കീം നമുക്കറിയാം, ഒരു പെൻഷനർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവനക്കാരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആശ്രിതർക്ക് കിട്ടുന്ന പെൻഷനെയാണ് നമ്മൾ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. ആ ഫാമിലി പെൻഷൻ പദ്ധതി, ആ സ്കീം മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാം. മറ്റൊന്ന്, പെൻഷൻ കമ്മ്യൂട്ടേഷൻ. ഇപ്പോൾ പെൻഷൻ കമ്മ്യൂട്ടേഷൻ 12 വർഷത്തേക്കാണ് കമ്മ്യൂട്ട് ചെയ്യുന്നത്. ആ 12 വർഷം കഴിഞ്ഞാൽ ആദ്യത്തെ ബേസിക് പെൻഷൻ പുനഃസ്ഥാപിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? എന്താണ് നിർദ്ദേശം? ഇനി മറ്റൊന്ന്, പെൻഷൻ വിതരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. കാരണം ഇപ്പോൾ പെൻഷൻ നമ്മൾ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് TSBയിൽ വന്ന് ആ പണം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. കുറച്ച് ആൾക്കാർ അവിടെ പോയി നേരിട്ട് ചെക്ക് മുഖാന്തരം പിൻവലിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പെൻഷൻ വിതരണ സംവിധാനം മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം. വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേരവിഷൻ കമ്മീഷനും വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് പറയാറ്. പക്ഷെ കേരളത്തിലെ സാഹചര്യത്തിൽ ആ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കാൻ അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, അത് NPSകാർ 60ലാണ് റിട്ടയർ ചെയ്യുന്നത്, 60 വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറിക്കാർക്ക് കൂടുതലാക്കി കൊടുത്താൽ അത് വീണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ടിലേക്കൊക്കെ വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിൽ എന്താ മെച്ചം എന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ അതെന്നാലും കമ്മീഷൻ ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ പൊതുവായ ചോദ്യങ്ങളാണ്. 2025 സേവനാവകാശ നിയമം വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. മറ്റൊന്ന്, സോഷ്യൽ ഓഡിറ്റിംഗ്. സർക്കാർ സർവീസിലെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഉചിതമായ സമ്പ്രദായം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജീവനക്കാരുടെ കുറവ് അല്ലെ കൂടുതൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിൽ അഭിപ്രായം പറയാം. നിലവിലെ പ്രവൃത്തി ദിവസങ്ങളെക്കുറിച്ച്, വർക്കിംഗ് ഡേയ്സ് ഇപ്പോൾ ശനിയാഴ്ച ഇപ്പോൾ പ്രവൃത്തി ദിവസമാണ്. സെക്കൻഡ് സാറ്റർഡേ മാത്രമേ ലീവുള്ളൂ, ഞായറും മാത്രമേ ലീവുള്ളൂ. അങ്ങനെ പ്രവൃത്തി ദിവസങ്ങളെ പറ്റി നിലവിലുള്ള ദിവസം കുറയ്ക്കണോ, ആ രീതിയിലുള്ള അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് കാലഹരണപ്പെട്ട രീതികൾ, ഈ ഭരണനിർവഹണത്തിൽ ചില രീതികളൊക്കെ കാലഹരണപ്പെട്ടതാണെന്ന് പലർക്കും അഭിപ്രായമുണ്ട്. ചില രീതികൾ അതൊക്കെ പണ്ടേ മാറ്റേണ്ട കാലങ്ങളായി. അത്തരത്തിലുള്ള കാലഹരണപ്പെട്ട ഏതെങ്കിലും രീതികൾ ഏതെങ്കിലും ഓഫീസുകളിൽ പിന്തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, സിവിൽ സർവീസിന്റെ കാര്യക്ഷമതയും ജനസൗഹൃദ സിവിൽ സർവീസ് ഇവയെപ്പറ്റി അഭിപ്രായം പറയാൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഓഫീസിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ സ്ത്രീ സമത്വം അല്ലെങ്കിൽ അത് ഓഫീസിൽ അവർക്കുള്ള സൗകര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു 250 വാക്കിൽ കുറയാത്ത മറുപടിയായിട്ട് അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങളാക്കിയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡ്രസ്സും ഞാൻ പറഞ്ഞു, ശമ്പള പരിഷ്കരണ കമ്മീഷൻ, കേരള സർക്കാർ, തിരുവനന്തപുരം.
അതിൻ്റെ വെബ്സൈറ്റും ഞാൻ രണ്ടാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. office.prc12@kerala.gov.in എന്ന് പറയുന്നതാണ് ഇമെയിൽ ഐ ഡി. ഇമെയിലിൽ അയച്ചാലും മതി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം എല്ലാ വിഭാഗം ആൾക്കാരും നമുക്ക് പറയാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം ഈ രീതിയിൽ എന്ന ഒരു അഭിപ്രായത്തോടെ, എന്ന ഒരു നിർദ്ദേശത്തോടെ സംഘടനകൾ, പെൻഷൻ സംഘടനകളും ബാക്കി വ്യക്തിപരമായിട്ട് നമുക്ക് പിന്നെ കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കൊടുക്കും, എന്തായാലും എൻ്റെ നിർദ്ദേശങ്ങൾ ഞാൻ കൊടുക്കും. അതുപോലെ ഓരോരുത്തരും കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വീകരിക്കുന്നത് സ്വീകരിക്കട്ടെ, അങ്ങനെ മാത്രമല്ലേ അത് പൂർണ്ണമാവുള്ളൂ. ഓക്കെ. ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.